ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴ പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു കർമ്മലീത്ത സന്യാസിനിയാണ് ബഹുമാനപ്പെട്ട ലയോളാമ്മ. റോസലിനമ്മ ലയോളാമ്മയെക്കുറിച്ച് ഒരു സെൻറ്റൻസ് ഞങ്ങളെ വട്ടം നിർത്തിയപ്പം പറയുകയുണ്ടായി. മക്കളെ, സ്നേഹത്തിന് ഒരു പര്യായമുണ്ടെങ്കിൽ, സ്നേഹത്തിനൊരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അത് ലയോളാമ്മയാണ്. അമ്മ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു തുവാലയുടെ വലിപ്പത്തിൽ വെള്ള തുണി കൊണ്ടുവരണമെന്ന് പറയും. അത് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതേലെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ വരച്ച് അതൊക്കെ തയ്ക്കാൻ നല്ല നിറമുള്ള നൂല് കൊണ്ട് പല ഡിസൈനുകളും തയ്ക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു. പ്രമുഖ അമേരിക്കൻ കവയിത്രിയും പൗരാവകാശ പ്രവർത്തകയുമായിരുന്ന മായ ആഞ്ചലോയുടെ ആത്മകഥയിൽ ഒരു വാക്യമുണ്ട്: "There is no greater agony than bearing an untold story inside you." ഉള്ളിലൊരു പറയാക്കഥയുള്ളിടത്തോളം വിഷമകരമായി മറ്റൊന്നുമില്ല. അതെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് അസാധാരണമായ ഒരു ജീവിതകഥയാണ്. അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജീവിതകഥ. "This is my commandment, that you love one another as I have loved you. There is no greater love than this, to lay down one's life for one's friends." മഴമേഘം പോലെ മനം വിങ്ങും നേരം മിഴി തേടുന്നേതോ ശരറാന്തൽ ദീപം. എന്നെ തേടുന്നാരോ ഇരുൾ മാഞ്ഞേ പോകും. മനം ചൊല്ലുന്നുവോ മൃദുമന്ത്രണം പോലെ. മഴമേഘം പോലെ മനം വിങ്ങും നേരം. കണ്ടു ഒരു മാത്ര കനിവോലും മിഴി, ഒന്നു തഴുകും നേരം മനം പെയ്തേ പോ. വയൽ വരമ്പുകൾ അതിരിടുന്ന, കായലോരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫലസമൃദ്ധിയുള്ള മണ്ണ്, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ. എല്ലാറ്റിനുമുപരി വിശുദ്ധ ചാവറപിതാവിനെ പോലെ അനേകം മഹത് വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ അനുഗ്രഹീത നാട്. ആ നാട്ടിൽ ഒരു മാലാഖയുണ്ടായിരുന്നു. ദൈവം തനിക്ക് ഏൽപ്പിച്ചവർക്കൊക്കെ അവോളം സ്നേഹം നൽകി അവർക്ക് താങ്ങും തണലുമൊക്കെ ആയിരുന്ന മാതൃത്വം ഏറെയുള്ളൊരമ്മ, സിസ്റ്റർ ലയോള, എല്ലാവരുടെയും സ്വന്തം ലയോളാമ്മ.
ഓർമ്മ വെച്ച നാളിലെപ്പോഴോ ലയോള അമ്മയെ പറ്റി വായിച്ചറിഞ്ഞതു മുതൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സെയിൻറ് റോസ് ഹോസ്റ്റലിൽ വന്ന് അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന്, അമ്മയുടെ ജീവിത രീതികളെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കണമെന്ന്. വിശുദ്ധിയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും പ്രഭ നിറഞ്ഞു നിൽക്കുന്ന ബസിലിക്ക പള്ളി ചമ്പക്കുളത്തിന് എന്നും ഒരനുഗ്രഹമാണ്. ഇടവകയിലെ കോയിപ്പള്ളി കുന്നത്തറ കുടുംബത്തിൽ ഫിലിപ്പോസ് മറിയാമ്മ ദമ്പതികളുടെ 6 മക്കളിൽ ഇളയവളായി 1915 ഫെബ്രുവരി 14 അന്ന എന്ന അന്നക്കുട്ടിയുടെ ജനനം. അമിത വാത്സല്യങ്ങളുടെ പിരിമുറുക്കമില്ലാതെ തികഞ്ഞ ദൈവഭക്തിയും ആഴമുള്ള വിശ്വാസവും അവളെ പരിശീലിപ്പിക്കുന്നതിൽ ആ നല്ല മാതാപിതാക്കൾ വഹിച്ച പങ്ക് ഏറെ വലുതായിരുന്നു. ആത്മീയവും മാനസികവുമായ വളർച്ചയ്ക്കൊപ്പം ജ്ഞാനത്തിലും വിവേകത്തിലും പക്വതയാർജിച്ച അന്ന ചമ്പക്കുളം സെന്റ് തോമസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1944 സ്വസഹോദരങ്ങളുടെ അനുഗ്രഹാശീർവാദങ്ങളോടുകൂടി ആലപ്പുഴ പഴവങ്ങാടി കർമ്മല മഠത്തിൽ ചേർന്ന് സിസ്റ്റർ ലയോള എന്ന നാമം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴ പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു കർമ്മലീത്ത സന്യാസിനിയാണ് ബഹുമാനപ്പെട്ട ലയോളാമ്മ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുകയുള്ളൂ. സ്വയം അഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ലയോളാമ്മ സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തിൻ്റെ നടുക്കയത്തിലേക്ക് എടുത്തു ചാടിയ രക്തസാക്ഷിണി ലയോളാമ്മ. നഗരമധ്യത്തിൽ തൻ്റെ ഒരു വലിയ പ്രതിമ വയ്ക്കാൻ നാട്ടുകാർ സന്യാസ ഭവനത്തോട് ആവശ്യപ്പെടാൻ തക്കവിധം ജനഹൃദയങ്ങളിൽ തൻ്റെ ജീവിതം കൊണ്ട്, സഹന മരണം കൊണ്ട് സ്ഥാനം പിടിച്ചവൾ. തൻ്റെ സഹജീവികളുടെ ജീവൻ തോളിലേറ്റിക്കൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ്റെ മുമ്പിലൂടെ ഓടുന്നൊരമ്മ. ആ അമ്മയുടെ പേരാണ് ലയോളാമ്മ. മഠത്തിനോടനുബന്ധിച്ചുണ്ടായിരുന്ന കായൽ കൃഷിയുടെ സ്ഥലത്തേക്ക് പോകുവാൻ 2 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നു. മഠത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ തുടങ്ങി ജപമാലയെ ചൊല്ലി, സുഹൃതജപങ്ങൾ ചൊല്ലി, സ്തുതിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഞങ്ങളെ ബോട്ടിലുള്ളവരെല്ലാവരും വീക്ഷിക്കുന്നത് കാണാം. വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയ ബോട്ട് തിരിച്ചു വരുന്നത് 4 മണിക്ക്. ആ 4 മണിയാകുമ്പം വീണ്ടും ഞങ്ങൾ ഓടും. ആ ബോട്ടിൽ കയറി മഠത്തിലെത്തും. അമ്മയ്ക്ക് ചില നിഷ്ഠകളുണ്ട്. പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ഈ ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിച്ച് പോകുന്നതിന് നിഷ്ഠയുണ്ടായിരുന്നു. മഠത്തിൽ വന്ന് കയറിയാൽ ഉടനെ പറഞ്ഞിരിക്കുന്നത് കുളിച്ച് ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമിച്ച ശേഷം കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വരണം. അതിന് അമ്മയ്ക്ക് നിഷ്ഠയുണ്ടായിരുന്നു. എന്നാൽ അമ്മ നേരെ വല്യമ്മമാരുടെയും രോഗികളായ സിസ്റ്റേഴ്സിൻ്റെയും മുറികൾ കയറിയിറങ്ങി കുശലാന്വേഷണം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച ശേഷം മാത്രമേ മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാറുള്ളൂ. സിസ്റ്റർ പറഞ്ഞതുപോലെ ദിനവും തൻ്റെ ആശ്വാസവും പ്രത്യാശയും ഒക്കെയായിരുന്ന ക്രൂശിത രൂപത്തിന് മുൻപിൽ ദീർഘനേരം ചെലവഴിച്ചിരുന്ന ലയോളാമ്മ അവിടെ നിന്നും ശക്തി സ്വീകരിച്ച ശേഷം കയ്യിൽ ജപമാലയുമായി തനിക്ക് ചുറ്റുമുള്ളവരെ പരിചരിക്കാൻ ഓടി നടക്കുന്ന കാഴ്ച ഇവിടെ സർവ്വസാധാരണമായിരുന്നു. വാക്കിലും നോക്കിലും വിശുദ്ധരുടെ പാത പിന്തുടർന്നിരുന്ന അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം ആ മാർഗത്തിലൂടെ ചരിക്കുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. വിശുദ്ധ ചെറുപുഷ്പത്തെ സ്വന്തം മാതൃകയെ വണങ്ങിയിരുന്ന ലയോളാമ്മ തികച്ചും സാധാരണമായ കാര്യങ്ങളെ അസാധാരണമായ വിധത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസേവനത്തിലും വിളങ്ങി നിന്നു. മുള്ളുകൾക്കിടയിൽ നിന്നും എൻ്റെ സ്നേഹനാഥനായി ഞാൻ പൂക്കൾ ശേഖരിക്കും. മുള്ളിൻ്റെ മൂർച്ച കൂടുന്തോറും എൻ്റെ പാട്ടിൻ്റെ മാധുര്യവും വർദ്ധിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ വാക്കുകൾ തനിക്ക് ലഭിച്ചിരുന്ന സഹനങ്ങളെയെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവളെ ശക്തിയാക്കി. വിശുദ്ധ ചെറുപുഷ്പത്തിനെ പോലെ തൻ്റെ ജീവിതവും ആത്മാക്കളുടെ രക്ഷയ്ക്കായി വ്യയം ചെയ്യാൻ അവൾ തീരുമാനിച്ചു. ദൈവമേ, നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴില
എ മിഷണറി യു ഡോണ്ട് ഹാവ് ടു ക്രോസ് ദ സീ, യു ജസ്റ്റ് ഹാവ് ടു സീ ദ ക്രോസ്. ഒരു നല്ല മിഷണറി ആകുവാൻ കടൽ കടക്കണമെന്നില്ല. വിശുദ്ധ കുരിശിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രതിബന്ധങ്ങളെ മറികടന്ന് ചുറ്റുമുള്ളവരെ സ്നേഹിച്ചാൽ മതി. ഒരു പ്രേക്ഷിതയാകുവാൻ സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ലയോളാമ്മയ്ക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത നിയോഗമായിരുന്നു ആലപ്പുഴ സെയിൻറ് ആനഡേസ് ഹൈസ്കൂൾ. അവിടെ തനിക്ക് മുൻപിലെത്തിയ കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിലും മൂല്യബോധത്തിലും വളർത്തിയെടുക്കുവാൻ അമ്മയിലെ അധ്യാപിക അക്ഷീണം പരിശ്രമിച്ചിരുന്നു. ഞാൻ സെയിൻറ് ആൻ്റണീസ് GHSൽ ക്ലർക്ക് പോസ്റ്റിൽ ജോലിയായിരുന്നു. അതേസമയം ലയോളാമ്മയുടെ പ്രേക്ഷിത വേദി സെയിൻറ് ആൻ്റണീസ് സ്കൂൾ തന്നെയായിരുന്നു. അവിടെ അമ്മ തയ്യൽ ടീച്ചറുമായിരുന്നു. ഓഫീസ് വർക്കിന് ജോലിയായതിനാൽ എൻ്റെ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് സമയവും കുറവായിരുന്നു, അതുപോലെ തന്നെ കഴിവും ഇല്ലായിരുന്നു. ആ സമയം എൻ്റെ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് അമ്മ കുഞ്ഞയിഞ്ഞ് തരിക, ഞാൻ തയ്ച്ചു തരാമെന്ന് പറഞ്ഞ് തയ്ച്ച അമ്മ എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് അമ്മയുടെ മരണം വരെയും എനിക്ക് സഹായം ചെയ്തിരുന്നു. അത് ഞാൻ എപ്പോഴും നന്ദിയോടും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ മരിച്ചതിന് ശേഷം എൻ്റെ വല്യമ്മച്ചി ഈ എൻ്റെ അനുജത്തിമാരെയും ആങ്ങളെയായിട്ട് അവിടെ താമസിക്കുമ്പോഴേ അമ്മ പലതരത്തിലും വല്യമ്മച്ചിയെ സഹായിച്ചുകൊണ്ടിരുന്നതായിട്ട് എനിക്കറിയാം. അമ്മയുടെ ആ സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ ഒത്തിരി ഞാനറിയാതെ തന്നെ എൻ്റെ വല്യമ്മച്ചി ഒക്കെ അവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ലയോളാമ്മയ്ക്ക് എപ്പോഴും നമ്മുടെ കുടുംബത്തോടൊരു കരുതലുണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ അമ്മ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുകയും അമ്മയ്ക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ഈ സെൻറ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കാൻ വന്ന് ചേർന്ന് കഴിഞ്ഞാണ് ലയോളാമ്മയുമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. അമ്മ ഞങ്ങളുടെ തയ്യൽ ടീച്ചറായിരുന്നു. അമ്മ ക്ലാസ്സിൽ വരുമ്പോഴേ ഒരു തുവാലയുടെ വലിപ്പത്തിൽ വെള്ള തുണി കൊണ്ടുവരണമെന്ന് പറയും. അത് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൽ ചെറിയ ഡിസൈനൊക്കെ വരച്ച് അതൊക്കെ തയ്ക്കാൻ നല്ല നിറമുള്ള നൂലുകൊണ്ട് പല ഡിസൈനുകളും തയ്ക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു. സേവന മേഖലയിൽ ഏറെക്കാലം തികയ്ക്കും മുമ്പേ തന്നെ ലാളിത്യത്താലും ജീവിതവിശുദ്ധിയാലും അമ്മ ഏവർക്കും പ്രിയങ്കരിയായി മാറി. ഉപജീവന മാർഗമെന്നോണം തയ്യലിൻ്റെയും മറ്റു ചിത്രത്തുന്നലുകളുടെയും മനോഹര പാഠങ്ങൾ മുതിർന്നവർക്കും പകർന്നു നൽകുന്നതിൽ അമ്മ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ പഴവങ്ങാടിയിലെ കർമ്മലമഠത്തിൽ നിന്നും കുട്ടനാടിൻ്റെ ഇടനാഴികളിലേക്ക് ഇറങ്ങിയ ആ സ്നേഹ സേവനത്തിലൂടെ ലയോളാമ്മ എല്ലാവരുടെയും എല്ലാമായി മാറി. ലയോളാമ്മ ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ ആയിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു സഹായിയായിട്ടാണ് അമ്മ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞിലെ മരിച്ചുപോയി. എന്നെ വല്യമ്മയാണ് വളർത്തിയത്. അപ്പോൾ അമ്മ വീട്ടിൽ വന്ന് വല്യമ്മയോട് പറഞ്ഞ് എനിക്കൊരു സഹായമായിട്ട് ഈ കുഞ്ഞിനെ വിട്ടു തരണം, ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്തോളാം. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എന്നെ അമ്മ കൊണ്ടുപോയി. അമ്മയ്ക്ക് സഹായമായിട്ട് അമ്മ 2 നിലയായതുകൊണ്ട് അമ്മയ്ക്ക് ഈ കോളേജ് കുട്ടികളും ബോർഡിങ് കുട്ടികളും ഡോക്ടേഴ്സ് പല സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഇവരുടെയൊക്കെ എല്ലാ ചുമതലകളും കൂടുതലും വേണ്ടിയതെല്ലാം അമ്മ എന്നെ ഏൽപ്പിച്ച്. അവർ വന്ന് നിൽക്കുമ്പോഴും പോകുമ്പോഴും അവർ ഫോൺ പിരിക്കുമ്പോഴും ഇതെല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് മേളിലും താഴെ കയറി ഇറങ്ങി ഇതൊന്നും ചെയ്യാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. അതിനുവേണ്ടി ആയിട്ടാണ് എന്നെ നിർത്തിയത്. ഞാനിതെല്ലാം അമ്മയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബോർഡിംഗ് കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ഹോസ്റ്റലിലെ ഡോക്ടേഴ്സും ഇവർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് വേണമെങ്കിൽ അമ്മ തന്നെ നല്ല ഭക്ഷണം കയറി ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഡോക്ടേഴ്സൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവർക്കൊരു സഹായിയായിട്ട് അമ്മ എന്നെ രാത്രിയിൽ അവരുടെ കൂടെ ഒന്ന് വിടും. തിരിച്ചു വരുമ്പോൾ ഡേക്കാർ വരുന്ന കൂട്ടത്തിൽ എന്നെ തിരിച്ച് അവർ കൊണ്ടുവരും. പിന്നെ അമ്മയ്ക്ക് വളരെ പാവങ്ങളോട് ഭയങ്കര കരുണയായിരുന്നു. ഞാനിത് പറയാൻ കാരണം പല വിവാഹപ്രായം ചെന്ന പാവപ്പെട്ട പെൺപിള്ളേരുണ്ടെങ്കിൽ അവരെല്ലാം വന്ന് ഈ അമ്മയോട് സഹായം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നെക്കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാനുള്ളത് മോളെ അവിടെ ഇരിക്കുന്നു, അത് കുറച്ച് അതിൽ നിന്ന് കൊണ്ട കൊടുക്ക് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് തന്നെ അമ്മ കുടിപ്പിക്കും അവർക്കൊക്കെ. അതുപോലെ എല്ലാവർക്കും പാവങ്ങളോട് പ്രത്യേകിച്ച് കരുണയായിരുന്നു.
പിന്നെ പ്രത്യേകിച്ച് എന്നോടൊരു പ്രത്യേക കരുണ കൂടുതലുണ്ട്. എൻ്റെ മാതാപിതാക്കളില്ല, എന്നെ അമ്മ ഏറ്റതുകൊണ്ട്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, മോൾക്ക് തയ്യൽ പഠിക്കണമെങ്കിൽ പോയി പഠിക്കേ. എന്നെ തയ്യലിന് വിട്ട് പഠിപ്പിച്ച്. ഞാൻ തയ്യൽ പൂർത്തിയാക്കിയില്ല. അമ്മ എന്നാലും അമ്മ ബോർഡിംഗ് കുട്ടികളുടെ യൂണിഫോം എല്ലാം മേടിച്ച് അമ്മ തന്നെ അത് വെട്ടി എനിക്ക് വേണ്ടി തയ്ച്ച്. ഞാൻ കുറച്ചൊക്കെ തയ്ക്കുമ്പോൾ ബാക്കി അമ്മ പൂർത്തിയാക്കി തരും. അതെല്ലാം അമ്മ തന്നെ അത് തയ്ച്ച് എനിക്ക് വേണ്ടി ആ പണം എല്ലാം ശേഖരിച്ച് വെക്കും. അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഞാൻ നിന്നെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ടേ ഞാൻ വിവാഹം ചെയ്ത് കഴിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്. ആ ആഗ്രഹം മാതാപിതാക്കൾ ചെയ്യുന്നതിലുപകരിയായിട്ട് ആ അമ്മ എനിക്ക് ചെയ്തു തന്നു. ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിപ്പിച്ച്. പിന്നെ ചെയ്തെങ്കിലും ഞാൻ 7ാം മാസത്തിലായിരിക്കുമ്പോൾ, ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വിടാതെ, വീട്ടിൽ വല്യമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലോട്ട് വിടാതെ അമ്മ എന്നെ ഹോസ്റ്റലിൽ വിളിച്ച് നിർത്തി. അങ്ങനെ 1 മാസം അവിടെ നിർത്തി. തിരിച്ചമ്മ എന്നെ പോകുമ്പം അതുപോലെ എനിക്ക് വേണ്ടിയതെല്ലാം ഒരു കരുതലായിട്ട് തന്നെയാണ് തന്നു വിട്ടത്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം, ഇങ്ങനെയൊക്കെ പോയതിന് ശേഷം പിന്നെ കേൾക്കുന്നത് ഇങ്ങനെ ഒരു ദുരന്തം. ക്ലോറിൻ വാതകം, ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ പുറവശത്ത് ഒരു ക്ലോറിൻ വാട്ടർ ടാങ്ക് ഉണ്ട്. അവിടെ ക്ലോറിൻ ചാരി വെച്ചിരുന്ന് അത് സിലിണ്ടർ വീണ് ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം പരിഭ്രാന്തി പിടിച്ചു ഓടിയപ്പം അമ്മ മാത്രം എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഓരോ മേളിലും താഴെ കയറി ഇറങ്ങി അമ്മ ഓരോ കുട്ടികളുടെ ജീവനും, ഏറ്റവും അടുക്കളയിലുള്ള ജോലിക്കാരുടെ ജീവൻ പോലും അമ്മ രക്ഷപ്പെടുത്തി. ഒരു സകലരുടെ ജീവൻ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് അമ്മ ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് ആ ദുരന്തം വന്നപ്പം എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഞാനുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു ഗതികേട് വരികയില്ലായിരുന്നു. ഞാൻ തന്നെ ചെയ്യേണ്ട ജോലി അമ്മ ചെയ്തപ്പോൾ ഞാൻ അവിടെ ഇല്ലല്ലോ. എനിക്കതിൽ വളരെയധികം ദുഃഖമുണ്ട്. അമ്മ ചെയ്ത വലിയ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഉപകാരം അമ്മ ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ആയിരത്തി 1971 മുതൽ 3 വർഷത്തോളം പുളിങ്കുന്ന് മഠത്തിന്റെ സുപ്പീരിയറായി സിസ്റ്റർ ലയോള CMC സേവനമനുഷ്ഠിച്ചു. 1982 ജൂൺ 10-ാം തീയതിയാണ് കർമ്മലസഭയിൽ അംഗമാകുവാനായിട്ട് ആഗ്രഹിച്ച് വീട്ടിൽ നിന്നും ഞാൻ വിദ്യുത്താനത്തുള്ള ഞങ്ങളുടെ ഫോർമേഷൻ ഹൗസിൽ എത്തിച്ചേരുന്നത്. അവിടെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിർദ്ദേശങ്ങൾ തരുവാനും ഗുരുത്തിയമ്മയായിട്ട് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട റോസലിനമ്മയാണ്. അമ്മ കൈനകരിക്കാരിയാണെങ്കിലും ആലപ്പുഴ മഠാംഗമാണ്. ഞങ്ങൾ ആ വർഷം 15 പേരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും അവിടെ എത്തിയിരുന്നത്. 1982 ജൂലൈ മാസം 10-ാം തീയതി തന്നെ, അതായത് ഞങ്ങൾ മഠത്തിൽ വന്നതിന് 1 മാസത്തിന് ശേഷം തന്നെ ഈ റോസലിനമ്മ ഞങ്ങളെ ആലപ്പുഴയിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം റോസലിനമ്മയും ലയോളാമ്മയും തമ്മിൽ എത്രമാത്രം ഒരാത്മബന്ധം ഉണ്ടായിരുന്നുവെന്ന്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ആലപ്പുഴ മഠത്തിൽ വന്ന് ഞങ്ങൾ അമ്മമാരെയൊക്കെ കണ്ട് സംസാരിച്ചു, കുശലാന്വേഷണം പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെ ചാപ്പലിൽ കയറ്റി പ്രാർത്ഥിപ്പിച്ചു. പിന്നീട് ഞങ്ങളെ സെൻറ് റോസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ബഹുമാനപ്പെട്ട ലയോള അമ്മ ജീവിച്ചതും ശുശ്രൂഷ ചെയ്തതും അവസാനം സ്വർഗത്തിലേക്ക് യാത്രയായതുമായ ആ സ്ഥാപനത്തെ കാണുവാനും ഇന്നും ഈ ആലപ്പുഴ നാടിൻ്റെ മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവനും എല്ലാവരുടെയും മനസ്സിൽ ലയോളാമ്മ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലോറിൻ വാതക ദുരന്തം എന്ന് പറയുന്ന മഹാസംഭവം നടന്ന സ്ഥലവും ഇവൻ ആ ക്ലോറിൻ സിലിണ്ടറുകൾ ഇരുന്ന സ്ഥലവും ആ ഹോസ്റ്റലിൻ്റെ എല്ലാ വശങ്ങളും, മുറികളും, അമ്മ താമസിച്ച മുറികളും വരാന്തകളും അവിടെ നടന്ന സംഭവങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് റോസലിനമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. നമുക്കറിയാം, മഠത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞ് മക്കളെ സംബന്ധിച്ച് ചെറുപ്പക്കാരായി നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു തീഷ്ണതയാണ് നമുക്കുണ്ടായിരുന്നത്. ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ചെറിയ ആഗ്രഹത്തെ
ഇതൊക്കെ വലിയ സംഭവമായി. കാരണം ഒരു ജീവിത സാക്ഷ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഈ അവിടെയെല്ലാം കയറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം റോസലിനമ്മ ലയോളാമ്മയെക്കുറിച്ച് ഒരു സെൻറ്റൻസ് ഞങ്ങളെ വട്ടം നിർത്തിയപ്പം പറയുകയുണ്ടായി. മക്കളെ, സ്നേഹത്തിന് ഒരു പര്യായമുണ്ടെങ്കിൽ, സ്നേഹത്തിനൊരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അത് ലയോളാമ്മയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ അമ്മയുടെ മഹത്വവും നന്മയുമൊക്കെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആലപ്പുഴ മഠത്തിൽ മദറായിട്ട് സേവനം ചെയ്യാനായിട്ട് 2.5 വർഷക്കാലമായി ഞാനിവിടെ ആയിരിക്കുന്നു. നല്ല ഓർമ്മകളോടുകൂടി തന്നെ ഇവിടെ ആയിരിക്കാനായിട്ട് നല്ല ദൈവം ഇടയാക്കിയതിന് നന്ദിയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുന്നു. നന്ദി. ആയിരത്തി 1975 തൻ്റെ വിദ്യാഭ്യാസ വൃത്തിയിൽ നിന്ന് വിരമിച്ച അമ്മ തുടർന്ന് മേലധികാരികളുടെ നിർദ്ദേശാനുസരണം ആലപ്പുഴ മഠത്തിനോട് ചേർന്നുള്ള സെയിൻറ് റോസ് വനിതാ ഹോസ്റ്റലിൻ്റെ വാർഡനായി ചുമതലയേറ്റു. വിദ്യാർത്ഥിനികളും വിവിധ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അടങ്ങുന്ന അന്തേവാസികൾക്ക് അങ്ങനെ സിസ്റ്റർ ലയോള അവരുടെ സ്വന്തം ലയോളാമ്മയായി മാറി. ആത്മാർത്ഥമായ സമർപ്പണ മനോഭാവത്താലും ഏറ്റെടുത്ത ത്യാഗങ്ങളാലും അനേകരുടെ ജീവിതങ്ങളിലേക്ക് പ്രകാശമെത്തിക്കുവാൻ അമ്മ സ്വയം ഒരു മെഴുകുതിരിയായി അനുദിനം കത്തിയെറിഞ്ഞുകൊണ്ടിരുന്നു. ഹോസ്റ്റലിലെ ഓരോ അന്തേവാസികളുടെയും സാക്ഷ്യപ്പെടുത്തലുകളായിരുന്നു അത്. എൻ്റെ പേര് റാണി ഫ്രാൻസിസ്. ഞാൻ ചേർത്തലയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ സ്വന്തം വീട് ആലപ്പുഴയാണ്. ഞാൻ സെൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂൾ പട്ടണക്കാട് ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഞങ്ങൾ താമസിക്കാൻ CMC കോൺവെൻറ്റിൻ്റെ സെൻറ് റോസ് ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ ചേച്ചിമാരായ ടീനായും നാൻസിയും. ഞങ്ങളവിടെ വരാൻ കാരണം, ഞങ്ങൾ താമസിക്കാൻ കാരണം ഞങ്ങളുടെ പേരൻസ് അന്ന് നൈജീരിയയിലായിരുന്നു. അപ്പോൾ ലയോളാമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മയായിട്ട് അമ്മച്ചി ഏൽപ്പിച്ചിട്ട് പോയിരുന്നത്. ഞങ്ങളവിടെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു വരുമായിരുന്നു. ഞാൻ ബോർഡിങ്ങിലും, ചേച്ചിമാർ 2ാം നിലയിൽ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ബോർഡിങ്ങിൽ അന്ന് ഒരു 40-50 കുട്ടികളോളം ഉണ്ട്, 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഈ ദുരന്തം വരുന്നത് ഒരു വേനലവധി കാലത്തായതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി കിട്ടി. കാരണം 1ാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ അന്ന് വേനലവധിക്ക് എല്ലാവരെയും വീട്ടിൽ പേരൻസ് വന്ന് കൊണ്ടുപോയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പേരൻസ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ അവധിക്കാലം മുഴുവൻ ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ബോർഡിങ്ങിൽ ഞാനിരിക്കുമ്പോൾ അമ്മ വന്ന്, ലയോളാമ്മ വന്ന് എൻ്റെ അടുക്ക വന്ന് ചോദിക്കാറുണ്ട്, എന്താ വിഷമമായോ എന്ന് ചോദിക്കും. ഞാൻ ഒന്നും പറയാറില്ല. അപ്പം അമ്മ പോക്കറ്റിൽ നിന്ന് 2 മിഠായി എടുത്ത് എനിക്ക് തരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങളെ ചേച്ചിമാരും ഞാനും പിന്നെ വേറെ കുറേ എംപ്ലോയീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ സംഭവം നടന്നത് 81 അതെ 81 ഏപ്രിൽ 23-ാം തീയതിയാണ്. അന്ന് രാത്രി ഞങ്ങൾക്ക് 7:30 ഫുഡുണ്ട്. അത് കഴിഞ്ഞ് 8 മണി വരെ റെക്രിയേഷൻ ടൈമാണ്. ചേച്ചിമാരുടെ കൂടെ ഞാൻ അവരുടെ റൂമിലായിരുന്നു. ഞങ്ങൾ പാട്ടും ഒക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്തിരുന്നൊരു സമയമാണ്. പക്ഷെ പെട്ടെന്ന് കുറച്ച് സമയം മുമ്പ് കറണ്ട് പോയി. ഇലക്ട്രിസിറ്റിയില്ല, നല്ല മഴയുണ്ട്. അപ്പുറത്ത് എന്തോ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടപ്പുറത്ത് അത് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ്. അവിടെ ക്ലോറിൻ സിലിണ്ടറുകൾ ഇങ്ങനെ ഇട്ട് സൈഡിൽ മതിൽ സൈഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിയതാണെന്നൊന്നും നമുക്കറിയില്ല. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാരൊക്കെ റൂമിലുള്ള ചേച്ചിമാരൊക്കെ കോറിഡോറിൽ കൂടെ ഓടി പോകുന്നത് കേൾക്കാം. മഴയുണ്ട്, നല്ല മഴ, കറണ്ടില്ല, ഇരുട്ട്. ഞങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഞങ്ങൾ 3 പേരും വാതിലടച്ച് ആ റൂമിലിരിക്കുകയാണ്. എന്നാൽ പക്ഷേ പതുക്കെ വേറൊരു സ്മെല്ല്, അത് നമ്മൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സ്മെല്ലാണ്. ഓക്സിജൻ അല്ല, വേറെന്തോ ഒരു സ്മെല്ല് കയറി വരുന്നു. ഞങ്ങൾക്ക് ശ്വാസം മുട്ടലായി, ഛർദ്ദിക്കാൻ തോന്നുന്നു, തല കറങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് ചേച്ചിമാർ പറഞ്ഞു, നമുക്ക് പുറത്ത് പോയേക്ക്, ഇതിനകത്തിരുന്നാൽ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകുമായിരിക്കും, നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് വാതിൽ തുറന്നപ്പോൾ അതിശക്തമായ മണം അകത്തേക്ക് വരുവാണ്. ഞങ്ങൾ വീണ്ടും പേടിച്ചിട്ട് വാതിലടച്ചു. അപ്പോൾ കേൾക്കാം ആൾക്കാർ, ചേച്ചിമാരൊക്കെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നത് കേൾക്കാം. എന്നാലും ഇനിയും റൂമിനകത്തിരുന്നാൽ രക്ഷയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ റൂം തുറന്ന് ഓടി പുറത്തേക്ക് സ്റ്റെയർകേസ് വഴി താഴേക്ക് വന്നു. പക്ഷേ എന്തോ ചേച്ചിമാർക്ക് പേടിയായിട്ടായിരിക്കും അവർ തിരിച്ചോടി റൂമിൽ കയറി. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ആ ഇരുട്ടത്ത് ഇതിൻ്റെ കോറിഡോറിൽ
ഞാൻ നിൽക്കുവാണ് താഴത്തെ നിലയിൽ. അപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ലയളാമ്മ അമ്മയുടെ മുറിയിൽ നിന്ന് ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരിക. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരോടും, ഓടിപ്പോക്കോ ഓടിപ്പോക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. എങ്ങോട്ട് പോകണം എന്ത് പോകണം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കുറേ പേരിങ്ങനെ, കുറച്ച് പേര് മതിൽ ചാടാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ആരൊക്കെ ഗേറ്റ് തുറന്നു കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഓടി. ഞാൻ ചേച്ചിമാരെ കണ്ടില്ല, ആൾക്കാർ ഓടുന്ന കൂട്ടത്തിൽ ഞാനും ഓടി. ആരുടെയൊക്കെ വണ്ടിയിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ ചെന്നിട്ട് അവിടെ തന്നെ ക്ലോറിൻ്റെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവിടെയും ക്ലോറിൻ്റെ സ്മെല്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ബോധം അങ്ങ് നഷ്ടപ്പെട്ട് വന്നു. എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ആ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ കിടക്കുവാണ്. എൻ്റെ ചേച്ചിമാർ എന്നെ തപ്പി കുറേ നടന്നെന്ന് പറഞ്ഞു, ഒത്തിരി എന്നെ തപ്പി അവസാനം കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 5 ദിവസം ഞാൻ മെഡിക്കൽ കോളേജ് അഡ്മിറ്റായിരുന്നു. ഭയങ്കര ചുമ, ശ്വാസം മുട്ടൽ, ഛർദിൽ. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അന്നത്തെ ആ ചുമയും ശ്വാസം മുട്ടലും 1 മാസം വരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേരൻസിനെ ഇത് വീട്ടിൽ ഇല്ലായിരുന്നു. കാരണം അവർ ദൂരെയല്ലേ, അവർ ടെൻഷൻ പിടിക്കേണ്ടെന്ന് ഓർത്താൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാള പത്രം അവിടെ എത്തുമ്പോൾ ഒരു 12 ദിവസമൊക്കെ ആവും. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഈ ക്ലോറിൻ ആക്സിഡൻറ്റിനെ കുറിച്ച് ഞങ്ങളുടെ പേരൻസ് അറിഞ്ഞതും പിന്നെ അവർ ഓടി വന്നതും ഒക്കെ. ഞങ്ങൾ പിന്നെ ലയളാമ്മ സത്യം പറഞ്ഞാൽ സ്വന്തം ജീവൻ ബലി കഴിക്കുകയായിരുന്നു. കാരണം അന്ന് ഇരുട്ടാണ്, ബോർഡിങ്ങിൽ ആരുമില്ല, പക്ഷേ മറ്റുള്ള എല്ലാ റൂമുകളിലും ചേച്ചിമാർ ഉണ്ടായിരുന്നു. അമ്മ ആ ഒരു മെഴുകുതിരി പിടിച്ചുകൊണ്ട് എല്ലാ റൂമുകളിലും എല്ലാ മുറിയിലും കയറി ഇറങ്ങി. കാരണം ആരെങ്കിലും രാത്രി സമയമല്ല, ആരെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും മരിച്ചു പോകും. കാരണം നമ്മുടെ ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ അമ്മ മെഴുകുതിരി കൊണ്ട് എല്ലാ മുറികളിലും കയറി ഇറങ്ങി. അവസാനം വന്നപ്പോൾ അമ്മയും ഒത്തിരി പ്രായമായതാണ്, അമ്മയ്ക്കും ഒത്തിരി ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അമ്മ കുഴഞ്ഞു വീണെന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. എനിക്ക് ശരിക്കും എൻ്റെ സ്വന്തം അമ്മ നഷ്ടമായ ഫീലിംഗ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കാരണം ബോർഡിങ്ങിൽ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് എനിക്ക് അമ്മയെ ഓർക്കുമ്പോൾ അവധിക്കാലമാണ് ഓർമ്മ വരുന്നത്. എനിക്കൊരു ബോക്സിനകത്ത് അച്ചപ്പം, കുഴലപ്പം, അവലോസുപൊടിയൊക്കെ അമ്മ കൊണ്ട് തരുമായിരുന്നു. ഈസ്റ്ററിനും പിന്നെ ക്രിസ്മസിനൊക്കെ അമ്മയുടെ കൂടെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ ഇരുത്തുമായിരുന്നു. അങ്ങനെ അമ്മ സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക്, വേണമെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ എളുപ്പം മഠത്തിലേക്ക് പോകാമായിരുന്നു, വേറെ ആരെങ്കിലും നിയോഗിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ അമ്മ എല്ലാ മുറികളിലും കയറി ഇറങ്ങി ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോയെന്ന് അവസാനം വരെ എല്ലാം കൺഫേം ചെയ്തിട്ടാണ് അമ്മ ഹോസ്റ്റലിൽ നിന്ന് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തം ഇതൊരു വലിയ ദുരന്തമായേനെ. അമ്മയുടെ ഒരു സമയോചിതമായ ഇടപെടൽ മാത്രമാണ് ഇതിനകത്തൊന്നും ഈ ഒരു ദുരന്തം അതിൻ്റെ ആഴം കുറച്ചത്. വീണ്ടും ഞങ്ങൾ തിരിച്ച് ഒരു 2 മാസത്തോളം ഹോസ്റ്റലിൽ പൂട്ടിയിട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനും ചേച്ചിമാരും തിരിച്ചു വന്നു ലയളാമ്മ ഇല്ലാത്ത ആ ഹോസ്റ്റലിലേക്ക്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. തിരിച്ചു വരാൻ പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് രാത്രികളൊക്കെ ഞങ്ങൾ വളരെ പേടിച്ചാണ് അവിടെ കിടന്നത്. പക്ഷേ എന്നാലും പയ്യനെ ഞങ്ങൾ ഹോസ്റ്റലിലായിട്ട് ഞങ്ങളുടെ ഡിഗ്രി കോഴ്സ് കഴിയുന്നവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെക്കുറിച്ച് ഒരിക്കലും മറക്കാത്ത നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നായിരുന്നു അമ്മ ഞങ്ങൾക്ക് ചെയ്തത്. ഞങ്ങൾക്ക് മാത്രമല്ല, ആ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും. അമ്മ ഒന്ന് മുഖം കറുത്ത് ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ പറയും, സ്ട്രിക്റ്റായിട്ട് പറയുമെന്നല്ലാതെ ഒന്ന് ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഒത്തിരി നല്ല ഓർമ്മകളാണ് ലയളാമ്മയെക്കുറിച്ച് എനിക്കുള്ളത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ആർദ്ര ഗ്രേസ് CMC. ഭാരതസഭയിൽ വിശുദ്ധരുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ച വിശുദ്ധ ചാവറപിതാവിനാൽ സ്ഥാപിതമായ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസിനി സമൂഹമാണ് CMC അഥവാ കേരള കർമ്മലീത്ത സന്യാസിനി സമൂഹം. നിശബ്ദ സേവനത്തിന്റെ തളരാത്ത പ്രവാചിക എന്ന് സർവോത്തമ ജീവൻ രക്ഷാ പദക്കിൽ കുറിക്കപ്പെട്ട
അനേകർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ബഹുമാനപ്പെട്ട ലയോളാമ്മയുടെ സ്മരണയാണ് നാം ഇവിടെ അനുസ്മരിക്കുന്നത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന നമ്മുടെ കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനേകർക്ക് വേണ്ടി ജീവൻ നൽകിയ അമ്മയുടെ സ്മരണ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നവർക്കുള്ള യഥാർത്ഥ വെല്ലുവിളിയാണ്. ഏപ്രിൽ 23 നല്ല മഴയുള്ള രാത്രി. സമയം ഏകദേശം 9 കാണും. ഹോസ്റ്റലിലെ അന്തേവാസികളെല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇരുട്ട് കനക്കും തോറും മഴയുടെ കാഠിന്യവും ഏറി വന്നു. പെട്ടെന്ന് ഭയാനകമായ ഒരു ഇടിമുഴക്കം. തൊട്ടുപിന്നാലെ ഹോസ്റ്റലിന് സമീപത്തുള്ള പമ്പ് ഹൗസിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറി. കാതടപ്പിക്കുന്ന ആ ശബ്ദത്തിനപ്പുറം എന്താണ് സംഭവിച്ചതെന്നറിയാൻ എല്ലാവരും ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി. ആഞ്ഞുവീശിയ പടിഞ്ഞാറൻ കാറ്റിൽ അസഹ്യമായ രൂക്ഷഗന്ധം ഹോസ്റ്റലിൽ ഒട്ടാകെ നിറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുമ്പേ പലരും ബോധമറ്റു വീണു. നിലവിളികൾ കേട്ട് പ്രാർത്ഥിക്കുകയായിരുന്ന അമ്മ പൊടുന്നനെ തൻ്റെ മക്കളുടെ അടുത്തേക്ക് ഓടിയെത്തി. ക്ലോറിൻ വാതകം എങ്ങും അപകടകരമാം വിധം വ്യാപിച്ചിരിക്കുന്നു. ചിലർ ഛർദ്ദിക്കുന്നു, നിലത്ത് കിടന്നുരുളുന്നു. മരണവെപ്രാളത്തിൽ ശ്വാസം കിട്ടാതെ വേറെ ചിലർ. അപകടം മനത്തറിഞ്ഞ ലയോളാമ്മ തങ്ങളുടെ മുറികൾ വിട്ട് പുറത്തു പോകുവാൻ എല്ലാവരോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പിന്നെ വേഗത്തിൽ താഴേക്കിറങ്ങി വന്ന് ഹോസ്റ്റലിൻ്റെ ഗേറ്റുകൾ തുറന്നിട്ട് രക്ഷപ്പെട്ടോളൂ മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ നല്ല അമ്മ ഹോസ്റ്റലിൻ്റെ മുറികൾ ഒന്നൊഴിയാതെ കയറിയിറങ്ങി. ഇതിനിടെ വീണുകിടന്നവരെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് താഴേക്ക് എത്തിച്ച ശേഷം ആരുടെയും സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ മുറികൾ പൂട്ടാനും അമ്മ മറന്നില്ല. അമ്മയുടെ ജീവിതം മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്ന ഒരു 3 ഹൃദയഭാവങ്ങൾ അമ്മയിൽ കാണാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത് തന്നെ നല്ല ഇടയനായ ഈശോയുടെ ഒരു ഹൃദയഭാവം അമ്മയ്ക്കുണ്ടായിരുന്നു. കാരണം നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. അതേ ഒരു മനോഭാവത്തോടു കൂടിയാണ്, ആ ഒരു ഹൃദയഭാവത്തോടു കൂടിയാണ് അമ്മ തൻ്റെ ജീവിതം തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനും ജീവിതവും സമർപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു നല്ല ഇടയൻ്റെ ഹൃദയഭാവമുള്ള ഒരമ്മയായിരുന്നു ലയോളാമ്മ. വീണ്ടും അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പം വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇതാണ്. ഈ യുദ്ധക്കളത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മരണം വരെ പോരാടുന്ന വീരയോദ്ധാക്കളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആ ദാരുണമായ സംഭവത്തിൽ ജീവന് വേണ്ടി പിടയുന്ന ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ധീര പടയാളിയെപ്പോലെ അമ്മയുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി അമ്മ തത്രപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീരയോദ്ധാവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അമ്മയുടേത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വീണ്ടും ഞാൻ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. ഒരു കാര്യസ്ഥനെ യജമാനൻ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ തൻ്റെ ഉത്തരവാദിത്വം, തൻ്റെ കടമകൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും പെരുമാറുന്ന ഒരു വ്യക്തിയാണല്ലോ വിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ വിശ്വസ്തതയുടെ ഒരു ജീവിത ശൈലിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അമ്മയുടേത്. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം, അധികാരികൾ വഴി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ആ ഹോസ്റ്റലിൻ്റെ ഉത്തരവാദിത്വം. അവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അമ്മ അഹോരാത്രം വിശ്വസ്തതയോടെ, ജാഗരൂകതയോടെ അമ്മ വർത്തിച്ചു. അങ്ങനെ വിശ്വസ്തതയുടെ ഒരു ജീവിത ശൈലി, ആത്മാർത്ഥതയുടെ ഒരു ജീവിത ശൈലി അമ്മയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമ്മയെക്കുറിച്ച്
മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ വായനയിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാവുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വയം ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോവുകയും ചെന്നായി വന്ന് ആടുകളെ പിച്ചു ചീന്തുകയും ചെയ്യും. ശരിക്കും അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ ജീവിതത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. അമ്മ ഒരു നല്ല ഇടയനായിരുന്നു. ആടുകൾക്ക് വേണ്ടി സ്വയം ബലി അർപ്പിക്കുവാൻ, തൻ്റെ ജീവൻ അർപ്പിക്കുവാൻ കാത്തിരുന്ന ഒരമ്മ. ആ ദുരന്തത്തിലെ നമുക്കറിയാം, ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞാൽ വളരെ സാഹസികത നിറഞ്ഞ ഒന്നാണ്. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോവുക, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, കരുതലോടെ അവരോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഇടയൻ എപ്പോഴും ആടുകൾ കയറുന്ന സ്ഥലത്താണ് ആ വാതിലിലാണ് കിടക്കുന്നത്. ആടുകളുടെ ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു അനക്കം വന്നാൽ ഉടൻ ഇടയൻ ചാടി എഴുന്നേക്കും, ആടുകളെ സമാശ്വസിപ്പിക്കുവാനും രക്ഷിക്കുവാനും. ഇതേ അനുഭവമാണ് ഇവിടെ നമുക്ക് ലയോളാമ്മയെ കാണുവാൻ സാധിക്കുന്നത്. അമ്മ നല്ല ഇടയനായിരുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ഒരു ചെറിയ അനക്കം കേട്ടപ്പോൾ തന്നെ അമ്മ അവിടെ ഓടിയെത്തുകയാണ്. അമ്മ ഒന്നും ചിന്തിക്കുന്നില്ല. ക്ലോറിൻ ദുരന്തമാകുന്ന ആ ചെന്നായി താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച മക്കളെ പിച്ച് ചീന്തുവാനായി വരുമ്പോൾ അതിൽ നിന്ന് തട്ടിപ്പറിക്കുവാനായി അമ്മ ഓടിയെത്തുകയാണ് അവിടെ. അമ്മയ്ക്ക് എന്ത് സംഭവിക്കുമെന്നോ തൻ്റെ ജീവൻ പോകുന്ന ഒന്നും അമ്മയ്ക്ക് ചിന്തയില്ല. ആ നല്ല മാതൃഹൃദയം ഒരു സാഹസികതയിലേക്ക് എടുത്തു ചാടുകയാണ്. അവസാനത്തെ അതിൽ നിന്നും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുവോളം ആ അമ്മ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ തൻ്റെ പ്രാണനാഥൻ അമ്മയെ ഇറുത്തുകൊണ്ടുപോയി. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ നിങ്ങൾ പരിപാലിക്കുവിൻ, നിർബന്ധം മൂലമാകരുത്, തീഷ്ണതയോടും സന്മനസ്സോടുകൂടി അവരെ പരിപാലിക്കുവിൻ. ഈ വചനം അന്വർത്ഥ്യമാക്കിയ ലയോളാമ്മയെ പോലെ നമുക്കും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ആധുനിക ലോകത്തിലെ മക്കളെ ചെന്നായ്ക്കളുടെ വായിലേക്ക് പിച്ചു ചീന്താൻ ഇട കൊടുക്കാതെ അവരെ പരിപാലിക്കാനുള്ള ആർജവത്വവും ഊർജവും നല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെയിൻറ് റോസ് ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ള പേച്ചിയമ്മാൾ ക്ഷേത്രത്തിൽ അന്ന് ഉത്സവമായിരുന്നു. അപ്രതീക്ഷിതമായ പൊട്ടിത്തെറിയും ബഹളങ്ങളും കേട്ട് ആളുകൾ ഹോസ്റ്റലിലേക്ക് ഓടിയെത്തി. വൻ ദുരന്തം കൺമുന്നിൽ കണ്ടിട്ടും പകച്ചു നിൽക്കാതെ അവരെല്ലാവരും കൈമയും മറന്ന് അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി. ഇതേ സമയം തൊട്ടടുത്തുള്ള കർമ്മല മഠത്തിന്റെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. വിഷവാതകത്തിന്റെ കരാളഹസ്തങ്ങൾ അവിടെയും പിടിമുറുക്കിയിരുന്നു. ഹോസ്റ്റലിലെ തന്റെ രക്ഷാദൗത്യം പൂർത്തിയാക്കിയ ലയോളാമ്മ ഉടനെ തന്റെ പ്രിയപ്പെട്ട അമ്മമാരെ രക്ഷിക്കാനായി മഠത്തിലേക്ക് ഓടി. എന്നാൽ പാതി വഴിയിൽ പഴവങ്ങാടി മഠത്തിന്റെ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ആ അമ്മ അവിടെ തളർന്നു വീണിരുന്നു. സഹായിക്കാനെത്തിയ ഗ്രേസിയോട് അമ്മ പറഞ്ഞു, മോളെ, ഞാൻ മരിക്കാറായി, ഈശോ മറിയം ഔസേപ്പെ ചൊല്ലിക്കോളൂ. ഈ സമയം അവിടെ കോടിയെത്തിയ ലൂസി അമ്മയെ താങ്ങിപ്പിടിച്ച് അല്പം വെള്ളം കൊടുത്തു. തന്നെ താഴെ കിടത്തുവാൻ അമ്മ അവരോട് ആവശ്യപ്പെട്ടുവെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാകുന്നത് കണ്ട് അധികം താമസിക്കാതെ അവരമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി കിടക്കയിലും ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അമ്മയുടെ അധരങ്ങളിൽ നിന്നും കേട്ടത്. പാതിബോധത്തിലും എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് അമ്മ ഉത്കണ്ഠയോടുകൂടി ചുറ്റുമുള്ളവരോട് ആരാഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടെ അമ്മയുടെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ദാരുണമായി പരാജയപ്പെടുകയായിരുന്നു. തൻ്റെ മരണം ആസന്നമായിരിക്കുന്നത് മനസ്സിലാക്കിയ ലയോളാമ്മയുടെ മുഖത്ത് അസാമാന്യമായൊരു പ്രശാന്തത നിഴലിച്ചു. ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തിയായിരുന്നു അത്.
ഒടുക്കം ആ രാത്രിയിൽ സ്നേഹസേവനത്തിൻ്റെ നല്ല മാലാഖ ആത്മസമർപ്പണമെന്ന രക്തസാക്ഷിത്വത്തിലൂടെ തൻ്റെ ദിവ്യ മണവാളിൻ്റെ പക്കലേക്ക് യാത്രയായി. അവനവൻ്റെ ഏറ്റവും വലിയ സമ്മാനം അവനവൻ്റെ പ്രാണനാണ്. തേരട്ട ചുറ്റിപ്പിടിക്കുന്ന പോലെ നമ്മളെല്ലാം പൊതിഞ്ഞു പിടിക്കുന്നത് നമ്മുടെ പ്രാണനെയാണ്. നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, നമ്മൾ സ്നേഹിക്കാറുണ്ട്, നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കും. നമുക്കുള്ളത് കൊടുക്കാൻ ഒരു പക്ഷേ നല്ല മനസ്സുണ്ടെങ്കിൽ സാധിക്കും. സ്വാർത്ഥത ഒത്തിരി തീണ്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്മാനവും നമ്മുടെ സമയമൊക്കെ കൊടുത്തേക്കാം. പക്ഷേ പ്രാണൻ എന്ന് പറയുന്നത് അവനവൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. അത് വിട്ടുകൊടുക്കാൻ ഇച്ചിരി പുളിക്കും മനുഷ്യൻ. ഈ പ്രാണൻ കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയ മിശിഹായെ പോലെ വിട്ടുകൊടുത്തു എന്നതിലാണ് ലയോളമ്മയുടെ ത്യാഗം ഇരിക്കുന്നത്. ഇത് കാഷ്വലായിട്ട് സംഭവിച്ചതല്ല, ഗതികേട് കൊണ്ട് സംഭവിച്ചതല്ല, പെട്ടെന്നൊരു അടിയേറ്റിട്ട് മരിച്ചതല്ല. തൻ്റെ പ്രാണനെ പൊതിഞ്ഞു പിടിച്ചോടാൻ മറ്റെല്ലാവരെയും പോലെ കൊതിക്കുന്ന ഒരു ശലഭം പോലെ പടഞ്ഞ മനസ്സിനെ അടക്കി ഒതുക്കിയിട്ട് തൻ്റെ പ്രാണൻ പറിച്ചു കീറി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു. ഇത് ബോധപൂർവം കൊടുത്തതാണ്, വളരെ ബോധപൂർവം കൊടുത്തൊരു സമർപ്പണമാണ്. മിശിഹ ബോധപൂർവം കുരിശിനെ ഏറ്റെടുത്തതുപോലെ ഈ ബോധപൂർവമുള്ള സമർപ്പണത്തിനാണ് ഇതിൻ്റെ ഭംഗി. എല്ലാവരും മരിച്ചു വീഴുന്നു, വിഷവാതകം ശ്വസിച്ച് എല്ലാവരും മരിച്ചു വീഴുമ്പോൾ അതിനകത്തൂടെ ഓടി ബാക്കിയുള്ളവരെ തോളിലേറ്റി ഒരു കുരിശ് ചുമക്കുന്ന ലാഘവത്തോടെ, മിശിഹ കുരിശ് ചുമന്ന ലാഘവത്തോടെ തൻ്റെ മക്കളെ തേടി പിടിച്ചു എന്നുള്ളതാണ് ലയോളമ്മയുടെ മഹത്വം. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, അതിശയിപ്പിക്കുന്നു. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇത് തന്നെ സംഭവിക്കണം. മിശിഹ കുരിശ് ചുമന്ന ലാഘവത്തോടെ സ്വന്തക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഓടിയാൽ നമ്മൾ അത്ഭുതം കാണും. കനകമാണിക്യം പോലെ പൊതിഞ്ഞു പിടിച്ചിടുന്ന പ്രാണനെ പകുക്കുമെങ്കിൽ ലയോളാമ ഇന്നും ജീവിച്ചിടും. കനകമാണിക്യം പോലെ പൊതിഞ്ഞു പിടിക്കുന്ന പ്രാണനെ പകുത്തു കൊടുക്കാൻ നമ്മളിൽ ഒരാൾ സന്നദ്ധമായാൽ ലയോളാമ നമ്മളിലൂടെ ജീവിക്കും. ആലപ്പുഴ പട്ടണം അതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാജനസമുദ്രത്തിന് സാക്ഷ്യം വഹിച്ചു. ജാതിമത ഭേദമന്യേ ഏവരും സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. തനിക്ക് ചുറ്റുമുള്ളവരെയെല്ലാം ആവോളം സ്നേഹിച്ച തങ്ങളുടെ സ്വന്തമായിരുന്ന ലയോളാമ്മ ഇനി ഈ മണ്ണിനോട് യാത്ര പറയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. കൂടി നിന്നവരുടെ എല്ലാം കണ്ണു നിറയവേ ആലപ്പുഴ മാർ സ്ലീവ പള്ളി സെമിത്തേരിയിൽ തനിക്കായി ഒരുക്കിയ കബറിടത്തിൽ സന്തോഷത്തോടെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ അമ്മ നിത്യവിശ്രമത്തിലാണ്ടു. ലയോളമ്മയെക്കുറിച്ച് 2 വാക്ക് പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വം. അമ്മയുടെ മരണവാർത്ത എൻ്റെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. അമ്മയുടെ ജീവിതം എനിക്ക് വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ ഇൻസ്പിറേഷനായി മാറി. പിന്നീട് CMCയിലേക്കുള്ള എൻ്റെ ദൈവവിളിയിൽ ഒരു നാഴികക്കല്ലായി അമ്മയുടെ മരണവാർത്തയും പത്രത്തിൽ വന്ന ഫോട്ടോയും. സാധാരണ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എഴുന്നേൽക്കുക പത്രക്കാരൻ്റെ സൈക്കിളിൻ്റെ ബെല്ലടി കേട്ടാണ്. ഒരു 6 മണി 6:30 സമയം കണ്ണു നിരുമ്മി പല്ല് തേക്കാതെ ഓടിച്ചെന്ന് പത്രമെടുത്ത് വായിക്കുന്ന ശീലമായിരുന്നു എനിക്ക്. കാരണം എൻ്റെ സഹോദരങ്ങളെക്കാൾ മുൻപിൽ പത്രം വായിക്കണമെന്ന നിർബന്ധ ബുദ്ധി. അങ്ങനെ ഒരു ദിവസം, അതായത് ഞാൻ 7ൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച അവധിക്കാലത്ത് പത്രമെടുത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ ആലപ്പുഴയിലെ ക്ലോറിൻ വാതക ചോർച്ചയും അനേകം ഹോസ്റ്റൽ കുട്ടികളെ രക്ഷിച്ച ലയോളാമ്മയുടെ ഫോട്ടോയും ചരമവാർത്തയും ഒക്കെ കാണുന്നത്. ഇന്നും ആ പത്രത്തിലെ ആ വാർത്തയും അമ്മയുടെ ഫോട്ടോയും എൻ്റെ മനസ്സിലുണ്ട്, വളരെ ലൈവായി തന്നെ. പിന്നീട് ഞങ്ങളുടെ സ്കൂളിലും സൺഡേ സ്കൂളിലുമെല്ലാം ഇത് ചർച്ചയായി. ഞാൻ പഠിച്ചത് മുട്ടുചിറ CMCക്കാരുടെ സ്കൂളിലാണ്. അതിനാൽ തന്നെ സിസ്റ്റേഴ്സും അഭിമാനത്തോടെ ലയോളാമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ലയോളാമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അമ്മയുടെ പുണ്യരൂപം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, പാതിരാത്രിയിൽ അമ്മ എല്ലാ മുറിയിലും കയറി ഇറങ്ങി നോക്കി. അവസാനത്തെ ആൾ വരെയും രക്ഷപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തി. വിഷപ്പുകയെ അവഗണിച്ച് വീണുപോയവരെ താങ്ങിയെടുത്തും
തോളിലേറ്റിയും രക്ഷപ്പെടുത്തുവാൻ അമ്മ കാണിച്ച ധീരത. തീർച്ചയായും ഇതിനെല്ലാം കരുത്തായത് ക്രൂശിതനായ മിശിഹായോടുള്ള അമ്മയുടെ അദമ്യമായ സ്നേഹം തന്നെ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നരുളി ചെയ്ത ദിവ്യനാഥൻ്റെ വാക്കുകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കി എല്ലാവരുടെയും ജീവൻ രക്ഷിച്ച് അമ്മ സ്വയം ബലിയായി, രക്തസാക്ഷിയായി. ഈ കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയത് വളരെ സന്തോഷമായിട്ട് കരുതുന്നു. കാരണം അമ്മായി ഇത്രയേറെ ധീരപ്രവർത്തികൾ ചെയ്ത ഒരു സിസ്റ്ററായിരുന്നു. അമ്മായിയുടെ ആ ധീരതയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ ചെന്നാലും അമ്മായിയെ പറ്റി അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനമാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബം ഒരു കലാകുടുംബമാണ്. എല്ലാവരും പാടുകയും ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയൊക്കെ ചെയ്യുന്നൊരു കുടുംബമാണ്. അപ്പോൾ അമ്മായി പാട്ടുകാരിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമ്മായിയുടെ പാട്ടും ഒക്കെ ഞങ്ങൾക്ക് മക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോഴും കൊയറിലും ഒക്കെ പാടുന്നു. എൻ്റെ മക്കളും ഉണ്ട് കൊയറിലും ഒക്കെ. അത് കണക്ക് തന്നെ ആങ്ങളയുടെ പിള്ളേരും എല്ലാവരും ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും എല്ലാവരും പാട്ടുകാരും ഒക്കെയാണ്. അമ്മായിയെ പറ്റി ഓർക്കുമ്പോൾ വളരെ അഭിമാനമാണ് നമുക്ക് തോന്നുന്നത്. എവിടെ ചെന്നാലും അമ്മായി ചെയ്ത ആ പ്രവർത്തനം, പണ്ട് ഇത്രയൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും സജീവമല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റിയൊന്നും ആർക്കും വലിയ അറിവുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ അത് ഒത്തിരി കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ കണ്ണി ഒരു അംഗമാകാൻ സാധിച്ചതിനോട് ദൈവത്തിന് നന്ദി പറയുന്നു. മഠത്തിനോട് ചേർന്നാണ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ, റോസ് ഹോസ്റ്റൽ എൻ്റെ പേര്. അവിടെ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും പേടിയായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. ചട്ടമ്പിയായിരുന്നു. ഭയങ്കര ധീരതയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും വേണം. ഈ 100 ചില്ലാനും പെൺകുട്ടികളെ രക്ഷിച്ചിട്ട് സ്വന്തം ജീവൻ മറന്ന് ഇത്ര ധീരകൃത്യം ചെയ്ത് ഇത്ര ജീവനെ രക്ഷിച്ച് ആ രക്ഷാകര ദൗത്യം നമുക്ക് ഓർക്കാൻ പോലും വേണ്ട. രണ്ട് വർഷങ്ങൾക്ക് ശേഷം 1983 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ തന്റെ കർത്തവ്യ നിർവഹണത്തിനായി അവൾ ചെയ്ത ധീരമായ ആത്മത്യാഗത്തെ സ്മരിച്ച് രാഷ്ട്രം മരണാനന്തര ബഹുമതിയായി സർവോത്തം ജീവൻ രക്ഷാ പതക് നൽകി ലയോള അമ്മയെ ആദരിച്ചു. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹസമ്പന്നയായിരുന്നു. വളരെ ദയുള്ള അമ്മയായിരുന്നു. ആരോടും കോപിക്കുക പോലും ചെയ്ത് കണ്ടില്ല. ചിരിച്ചുകൊണ്ടാണ് അമ്മ ഓരോ കാര്യങ്ങളും കുട്ടികളെ പറഞ്ഞതും പഠിപ്പിച്ചതുമൊക്കെ. ജീവിക്കാൻ വേണ്ട എല്ലാ അനുഭവങ്ങളും അമ്മ തന്ന് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ദൈവത്തിൻ്റെ ആശ്രയത്തിൽ ജീവിക്കണമെന്നും വിദ്യാർത്ഥികളായ ഞങ്ങളെ എപ്പോഴും ബോധവൽക്കരിക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ജീവിക്കാൻ മുന്നോട്ടുള്ള ഒരു കരുതൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് ഇന്നേ ദിവസം വരെ. അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തം അമ്മയെ പോലെ. ഞാനും എൻ്റെ 2 സഹോദരിമാരും ആ ഹോസ്റ്റലിലെ അന്തേവാസികളായിരുന്നു. ഞങ്ങളുടെ അവധിക്കാലത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ നൈജീരിയയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 3 പേരും അമ്മയോടൊപ്പമായിരുന്നു. പക്ഷേ മാതാപിതാക്കളില്ലാത്ത ഒരു ദുഃഖവും അമ്മ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നും അമ്മ മുൻകൂട്ടി ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി തന്നിരുന്നു. സ്നേഹവും അവധിക്കാലങ്ങളിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിവതും നല്ല രീതിയിൽ ഞങ്ങളോട് അമ്മ പെരുമാറിയതും ആ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്.
അമ്മ ഒരു പുണ്യവതി തന്നെയാണ്, ജീവിച്ചിരുന്ന ഒരു പുണ്യവതി. സ്വന്തം ജീവൻ ബലി അർപ്പിച്ചു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച് അവസാനം അമ്മയുടെ ജീവൻ കൊടുക്കുകയും ചെയ്തു. അതൊരിക്കലും ഒരു സാധാരണ ഒരു വ്യക്തിത്വത്തിന് ചെയ്യുന്ന ഒരു കാര്യമല്ല. അമ്മയ്ക്കാണെങ്കിൽ അസുഖമുള്ള ഒരു വ്യക്തിയും കൂടെയായിരുന്നു. എന്നാലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് വന്ന് ആ ജീവൻ അർപ്പിക്കുകയായിരുന്നു ചെയ്തത്. ലയോളാമ്മയുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ വളരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട്. അഭിമാനത്തിലുപരി എന്നും ഞങ്ങൾ വളരെ അനുഗ്രഹീതരായിരിക്കും എന്നൊരു വിശ്വാസമാണ്. കാരണം ഒരു കന്യാസ്ത്രീ എന്നതിലുപരി നമ്മളുടെ സഭയിലെ അഭിമാനമായ സിസ്റ്റേഴ്സിൽ ഒരാൾ എന്നതിൽ ഉപരി 150 പേരുടെ ജീവൻ അന്ന് രക്ഷിക്കാൻ സാധിച്ച ഒരു സിസ്റ്ററുടെ അനുയായികളായി ഞങ്ങളുടെ കുടുംബത്തിൽ വളരാൻ സാധിക്കുന്നതിൽ ഒത്തിരിയേറെ അഭിമാനമുണ്ട്. കാരണം എന്നും എപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടുമ്പോൾ അമ്മായിയെക്കുറിച്ച് പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളാണ്. എന്നും അമ്മായി ചെയ്ത ധീരപ്രവർത്തനങ്ങൾ, അതുകൂടാതെ അതിനു മുമ്പ് തന്നെ ഞങ്ങളെപ്പോഴും കേൾക്കാറുള്ള കാര്യം ഒത്തിരിയേറെയാണ്. എന്ന് വെച്ചാൽ അന്ന് ഹോസ്റ്റലിൽ കയറി വരുന്ന ശല്യങ്ങൾക്കായി കയറി വരുന്ന ആൺകുട്ടികളൊക്കെ ഉള്ള സമയങ്ങളിൽ എപ്പോഴും അന്നും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഹോസ്റ്റലിനകത്തോട്ട് ആരെയും കയറ്റാതെയും ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും മഠങ്ങളിലായാലും സ്കൂളുകളിലായാലും വെച്ചിരിക്കുന്ന ക്യാമറയ്ക്കുപരി അതിലും സൂക്ഷ്മമായ രീതിയിൽ വളരെ സ്ട്രിക്റ്റോടുകൂടി അത്രയും പേരെ അമ്മ സംരക്ഷിച്ചിരുന്നു എന്നതിൽ ഒത്തിരിയേറെ അഭിമാനമുണ്ട്. അതിലുപരി സ്വന്തം മക്കളാണെങ്കിലും ഇന്ന് ഇത് ഒരു തീയോ അല്ലെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാകുമ്പോൾ എടുത്തു ചാടാൻ പെട്ടെന്ന് നമ്മളുടെ ഒരു മനസ്സ് അനുവദിക്കാത്ത കാലത്ത് അമ്മ ചെയ്ത ആ ഒരു സഹനം അല്ലെന്നുണ്ടെങ്കിൽ അമ്മ ചെയ്ത ആ ഒരു രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും ആർക്കും മറക്കാനാവില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യം ഇന്നത്തെ ചാനലുകളിലായാലും ഇന്നത്തെ ആളുകളിലായാലും എല്ലാവരും ഇപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടം നടക്കുന്ന സ്ഥലങ്ങളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ഷെയർ കിട്ടുന്ന എന്ന് വെച്ചാൽ നമ്മളിപ്പം വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇതുപോലുള്ള ഷെയർ കിട്ടുന്ന കാര്യങ്ങളിലേക്കാണ് ആൾക്കാരുടെ ചിന്ത. ഈവൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇതുപോലുള്ള അപകടം നടക്കുമ്പോൾ എത്രയും വേഗം അവർ ക്യാമറയിൽ പകർത്തി എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ യുവതലമുറ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനുഷ്യരായി ജീവിക്കുന്ന ഈ കാലത്ത് എന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത വലിയ വലിയ മനസ്സുകൾ ആണ് നമുക്ക് പ്രചോദനം. അവരെ നമ്മൾ എന്നും പിന്തുടരണം. കാരണം അന്നത്തെ കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 150ഓളം കുട്ടികളെ അന്ന് ആ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ അമ്മ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ 150 കുടുംബങ്ങളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന അവരുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ജീവിതമാർഗം എന്ന് വെച്ചാൽ ആ 150 പേര് ഇപ്പോൾ കുടുംബങ്ങളായി കാണും, അമ്മൂമ്മമാരായി കാണും. അവരുടെ അമ്മൂമ്മമാർ, അവരുടെ കുടുംബങ്ങൾ, നമ്മുടെ ഈ ഒരു സഭയിൽ അത്രയേറെ കുടുംബങ്ങൾ കൂടി ഒന്നിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയേറെ ആൾക്കാർ നമുക്ക് അമ്മയ്ക്കായാലും നമ്മളുടെ നമ്മളുടെ സഭയ്ക്ക് വേണ്ടിയായാലും പ്രാർത്ഥിക്കാൻ അത്രയും കൂടെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവാനൊരു പ്രധാന കാരണം അമ്മയാണെന്ന് ഞങ്ങളെന്നും വിശ്വസിക്കും. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും ദൈവമഹത്വത്തിനായി ചെയ്യുമെന്ന വിശുദ്ധ കൊച്ചുതെരേസയുടെ വാക്കുകൾ എന്നെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അത് സൽഫലങ്ങളാൽ സമ്പുഷ്ടമാകുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. അത് മറ്റുള്ളവർക്കായി അർപ്പിക്കുമ്പോഴാകട്ടെ ആ ജീവിതം തന്നെ കൂടുതൽ വിശുദ്ധവും ശ്രേഷ്ഠവുമാകുന്നു. ഇപ്രകാരം വിശുദ്ധരുടെ ഗണത്തിൽ അലങ്കരിക്കപ്പെടേണ്ടത് തന്നെയാണ് സിസ്റ്റർ ലയോള CMC എന്ന ലയോളാമ്മയുടെ ജീവിതവും. നമുക്കേവർക്കും പ്രാർത്ഥിക്കാം ആ സുവർണ നിമിഷത്തിനായി.